നമസ്കാരം. പ്രായഭേദമന്യേ പ്രമേഹ രോഗികളുടെ എണ്ണം നമുക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രമേഹ രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകുന്ന ചില സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഡയബറ്റീസ് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഡയബറ്റീസിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണണം നിർബന്ധമില്ല. ഉദാഹരണത്തിന് ടൈപ്പ് 1 ഡയബറ്റീസ് നമ്മൾ എടുത്താൽ അതിൽ നമ്മുടെ പാൻക്രിയാസിലെ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ബീറ്റാ സെല്ലുകൾ പലപ്പോഴും നശിച്ചു പോവുക. അപ്പോൾ ഈ കാൽക്കുലേഷൻ അനുസരിച്ച് ഇത്രയിൽ കുറവുള്ള ആൾക്കാർക്ക് ഇത്ര ഡോസിൽ കൂടുതൽ മെറ്റ്ഫോമിൻ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. അത് നമ്മുടെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് എപ്പോഴും അത് നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഫീമെയിൽസിന് നമ്മൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ഒരു ഏജ് കഴിഞ്ഞ് പറയുന്നെങ്കിൽ നമുക്ക് ഡയബറ്റീസ് ഉള്ള എല്ലാവർക്കും ഒരു സെൽഫ് ഫുട്ട് എക്സാമിനേഷൻ കാലിൻ്റെ പരിശോധന ആവശ്യമാണ്. നമ്മൾ നഖം വെട്ടുന്ന കാര്യവും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എപ്പോഴും ചെരുപ്പ് കാലിലെ വിരലിൻ്റെ നഖങ്ങൾ വെട്ടുമ്പം അത് സ്ട്രെയിറ്റ് ആയിട്ട് വേണം വെട്ടാൻ. നമ്മളിങ്ങനെ റൗണ്ട് ആയിട്ട് വെട്ടാതെ അതിൻ്റെ അറ്റം സ്ട്രെയിറ്റ് ആയിട്ട് വേണം നഖം വെട്ടി സൂക്ഷിക്കാനായിട്ട്. പ്രമേഹത്തെ പറ്റിയും പ്രമേഹം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയും നമുക്ക് സാധാരണയായി കണ്ടുവരുന്ന സംശയങ്ങളെ പറ്റിയും പറഞ്ഞു തരുന്നതിനായി ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ അമൽ ദേവ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം സർ. നമസ്കാരം സർ, എന്താണ് പ്രമേഹം? സാധാരണ ഡയബറ്റീസിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്കിതെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഡയബറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി ഉയരുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റീസ്. അപ്പോൾ ഡയബറ്റീസ് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഡയബറ്റീസിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണണം നിർബന്ധമില്ല. ഇപ്പം നല്ല ലക്ഷണമുള്ള ആളുകൾ, അതായത് നല്ല അമിതമായിട്ടുള്ള ദാഹം, അമിതമായിട്ടുള്ള മൂത്രം പോവൽ, അല്ലെങ്കിൽ വെയിറ്റ് കുറയുക, ഇങ്ങനെയുള്ള രോഗലക്ഷണമുള്ള ഒരാളിൽ ഒരു 200 മേളിലുള്ള ഗ്ലൂക്കോസ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് കാണുവാണെങ്കിൽ അത് തന്നെ മതി നമുക്ക് ഡയബറ്റീസ് തിരിച്ചറിയാൻ. പക്ഷേ ഒരു ലക്ഷണം ഇല്ലാത്ത ഒരാളിൽ നമുക്ക് ഡയബറ്റീസ് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ബ്ലഡ് ടെസ്റ്റ് വഴിയാണ് അത് തിരിച്ചറിയുന്നത്. ഇതിനുവേണ്ടി നമുക്ക് 3 ടെസ്റ്റുകളാണ് ഉള്ളത്. ഒന്ന് ഒരു ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ടെസ്റ്റ്, അതായത് 8 മണിക്കൂർ നമ്മൾ കാലറിയുള്ള ഭക്ഷണം ഒന്നും കഴിക്കാതെ ചെക്ക് ചെയ്യുന്ന ഒരു ഷുഗറിനെയാണ്, ഗ്ലൂക്കോസ് ടെസ്റ്റിനെയാണ് നമ്മൾ ഫാസ്റ്റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫാസ്റ്റിംഗ് ടെസ്റ്റിൽ 99 വരെയാണ് നോർമൽ ആയിട്ടുള്ളത്. 100 മുതൽ 125 വരെ നമ്മൾ പ്രീ ഡയബറ്റീസ് എന്ന് പറയും, 126 മുതൽ ഡയബറ്റീസ് എന്ന് പറയും. പിന്നെ ഈ 3 മാസത്തെ ആവറേജ് ഗ്ലൂക്കോസ് HbA1c എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ HbA1c വെച്ചിട്ടും നമുക്ക് ഡയബറ്റീസ് തിരിച്ചറിയാം. അപ്പോൾ HbA1c ഒരു 5.6 വരെ നോർമലാണെങ്കിൽ 5.7 തൊട്ട് 6.4 വരെ പ്രീ ഡയബറ്റീസും 6.5 മുതൽ ഡയബറ്റീസും. ഇതൊന്നും കൂടാതെ ഗ്ലൂക്കോസ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ഒരു 75 മില്ലിഗ്രാം ഗ്ലൂക്കോസ് കൊടുത്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ്, അതിൽ 139 വരെ നോർമലും 140 മുതൽ 199 വരെ പ്രീ ഡയബറ്റീസും 200 മേളിൽ നമുക്ക് ഡയബറ്റീസും ഉണ്ടെന്ന് നിർണ്ണയിക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് പോസിറ്റീവ് ആയെങ്കിൽ ആ രോഗിക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ ഡയബറ്റീസ് എന്താണെന്ന് പറഞ്ഞാലും ഡയബറ്റീസിൽ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്, അപ്പോൾ പല ടൈപ്പ് ഡയബറ്റീസ് ഉണ്ട്. സാധാരണ നമ്മൾ പറയുന്ന ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാകും. കുട്ടികളുടെ ടൈപ്പ് 1 എന്ന് ചിലപ്പോൾ പറയും, പക്ഷേ എപ്പോഴും കുട്ടികളുടെ ടൈപ്പ് 1 ആയിരിക്കണം എന്നില്ല. ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്. ഇത് കൂടാതെ പ്രഗ്നൻസിയിൽ വരുന്ന ഡയബറ്റീസ് ഉണ്ട്, ജസ്റ്റേഷണൽ ഡയബറ്റീസ്, അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ഡയബറ്റീസ്, പാൻക്രിയാസിൻ്റെ അസുഖങ്ങൾ, അതായത് കാൽസിഫിക്കേഷനോ സ്റ്റോണൊക്കെ വന്നിട്ട് വരുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഒരു 6 മാസം വരെയുള്ള കുട്ടികൾ, ചെറിയ കുട്ടികൾ വരുന്ന നിയോനേറ്റൽ ഡയബറ്റീസ് ഉണ്ട്. പിന്നെ ചില സിൻഡ്രോമിക് ഡയബറ്റീസ് ഉണ്ട്, ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ഡയബറ്റീസ്. ഇതൊന്നും കൂടാതെ മോണോജെനിക് ഡയബറ്റീസ് നമ്മൾ ഡയബറ്റീസ് ഉണ്ട്, ഏതെങ്കിലും ഒരു ജെനറ്റിക് മ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് ഡയബറ്റീസ് വരാം. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ഡയബറ്റീസിൽ ഒന്നെങ്കിൽ 2 കാര്യമായിരിക്കും സംഭവിക്കുന്നത്. അതിൽ ഏതാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് എന്നാണ് നമ്മളെപ്പോഴും രോഗിയെ കാണുമ്പോൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കുന്നില്ല, ഇൻസുലിൻ പ്രൊഡക്ഷൻ്റെ കുറവ്. രണ്ടാമത്തെ കാര്യം ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ്, പ്രതിരോധം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഇൻസുലിൻ ഉണ്ട്, അത് വർക്ക് ചെയ്യുന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും മിക്കവാറും സംഭവിക്കുന്നത്. പക്ഷേ ഇത് ചിലപ്പോൾ ഇത് രണ്ടും കാണുമ്പോൾ ഇതിൽ ഏത് മുന്നിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഡയബറ്റീസ് എങ്ങനെ ചികിത്സിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് ടൈപ്പ് 1 ഡയബറ്റീസ് നമ്മൾ എടുത്താൽ അതിൽ നമ്മുടെ പാൻക്രിയാസിലെ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ബീറ്റാ സെല്ലുകൾ പലപ്പോഴും നശിച്ചു പോവുക. അപ്പോൾ അതിൽ ഇൻസുലിൻ കുറഞ്ഞ് വന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇൻസുലിൻ ഒട്ടും ഇല്ലാത്ത അവസ്ഥയാണ് വരുന്നത്. മറിച്ച് ടൈപ്പ് 2 ഡയബറ്റീസിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇൻസുലിൻ റെസിസ്റ്റൻസാണ് വരുന്നത്, ഇൻസുലിൻ ഉണ്ട്, വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ പലപ്പോഴും ഇൻസുലിൻ്റെ അളവ് കൂടുതലായിരിക്കും കാണുന്നത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പാൻക്രിയാസ് ഓവർ വർക്ക് ചെയ്ത് ഒരു പരിധിക്ക് അപ്പുറം ഇൻസുലിൻ ഉണ്ടാക്കി ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും പാൻക്രിയാസ് ഫെയിൽ ആവുന്നു, അങ്ങനെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുന്നു, അവരും ഡയബറ്റിക് ആയിട്ട് മാറും. ബാക്കി ഏത് ടൈപ്പ് ഡയബറ്റീസ് എടുത്താലും ഒന്നെങ്കിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നു, അല്ലെങ്കിൽ ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല, റെസിസ്റ്റൻസ് വരുന്നു. അപ്പോൾ ഒരു ഇൻസുലിൻ്റെ ഒരു സപ്ലൈ ഡിമാൻഡ് മിസ്മാച്ച് ആണ് ഡയബറ്റീസിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇൻസുലിൻ്റെ സപ്ലൈ കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ സപ്ലൈ കുറയോ ഡിമാൻഡ് കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. അതെന്തുകൊണ്ടാണ് ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നത്? അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ നമ്മുടെ സെല്ലുകളുടെ അകത്തോട്ട് കടത്തണമെങ്കിൽ ഇൻസുലിൻ വേണം.
ഇൻസുലിൻ ഇല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ നിറച്ച് ഗ്ലൂക്കോസ് കാണും. പക്ഷേ ഈ ഗ്ലൂക്കോസ് ബ്ലഡിൽ നിന്ന് സെല്ലിൻ്റെ അകത്തോട്ട് കിടക്കുകയില്ല. അപ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ ഒത്തിരി കൂടുതലുണ്ട്, പക്ഷെ ആ രോഗിക്ക് ക്ഷീണമായിരിക്കും, അല്ലെങ്കിൽ വയ്യാണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ആ ആൾക്ക് വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. വെയിറ്റ് കുറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിലും സെല്ലിനൊന്നും ഗ്ലൂക്കോസ് കിട്ടുന്നില്ല. അപ്പോൾ ശരീരം ഒരു ഗ്ലൂക്കോസ് കുറവുള്ള അവസ്ഥയായിട്ട് അതിനെ കാണുന്നു. അപ്പോൾ ശരീരം തന്നെ ഗ്ലൂക്കോസ് ഉണ്ടാക്കും. നമ്മുടെ ഫാറ്റും പ്രോട്ടീനും ഒക്കെ മെൽറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഡീഗ്രേഡ് ചെയ്തിട്ട് അത് ലിവറിൽ പോയിട്ട് പുതിയ ഗ്ലൂക്കോസ് ഉണ്ടാവും. അപ്പോൾ അപ്പോഴും ബ്ലഡിലെ ഗ്ലൂക്കോസ് കൂടി വരും, പക്ഷേ ശരീരത്തിലോട്ട് ഗ്ലൂക്കോസ് കിട്ടുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് ഇൻസുലിൻ ഇല്ലാതെ വരുമോ, റെസിസ്റ്റൻസ് കൂടുകയോ ചെയ്യുമ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുന്നു. ഇങ്ങനെ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് പറയും. ഡോക്ടർ, നമുക്കറിയാവുന്ന പല ആളുകളും അവർക്ക് ഡയബറ്റീസ് ഉണ്ടാവാം, പക്ഷേ ലക്ഷണങ്ങളൊന്നുമില്ല, അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ചികിത്സ നേടുന്നില്ല. ചിലപ്പോൾ ചികിത്സാ ചെലവുകളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരാനുള്ള ഒരു ബുദ്ധിമുട്ടോ ഒക്കെ ഓർത്തിട്ടാവാം അവർ ചികിത്സ നേടുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് എപ്പോഴാണ് അവർ ചികിത്സ നേടേണ്ടത്? ഇനി അവർ ചികിത്സ നേടിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ, നമ്മൾ ഡയബറ്റീസ് പലപ്പോഴും ചികിത്സിക്കുന്ന കോംപ്ലിക്കേഷൻസ് അതിൻ്റെ സങ്കീർണതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമ്പോൾ വളരെ പെട്ടെന്ന് വരുന്ന കോംപ്ലിക്കേഷൻസും വളരെ ദീർഘകാലത്തെ ലോങ് ടൈം കോംപ്ലിക്കേഷൻസും തിരിച്ചാണ് പറയുന്നത്. പെട്ടെന്നുള്ള കോംപ്ലിക്കേഷൻസിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം ഷുഗർ പെട്ടെന്ന് താഴ്ന്നു പോകുക എന്നുള്ളതാണ്. പക്ഷേ ചികിത്സിക്കാത്തടത്ത് ഷുഗർ താഴ്ന്നു പോകുന്ന പ്രശ്നം വരുന്നില്ല. രണ്ടാമത് ഷുഗറിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ കൂടി ഒരു കീറ്റോ അസിഡോസിസ് എന്നൊക്കെ പറഞ്ഞുള്ള കോംപ്ലിക്കേഷൻസിലോട്ട് പോകുക. അത് തീരെ ഇൻസുലിൻ ഇല്ലാതെ വരുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ ടൈപ്പ് 1 പ്രമേഹത്തിലോ ആണ് കാണുന്നത്. അതും ആളുകൾക്ക് കാണണം നിർബന്ധമില്ല. അല്ലെങ്കിൽ വളരെ ഡീഹൈഡ്രേഷൻ, ജലാംശം നഷ്ടപ്പെട്ട് ഹൈപ്പറോസ്മോളർ കോമ എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ വരാം. ഇതൊക്കെ വളരെ റെയറാണ്. പക്ഷെ നമ്മൾ സാധാരണയായി തടയാൻ ഉദ്ദേശിക്കുന്നതും നോക്കുന്നതും ലോങ് ടൈം കോംപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡയബറ്റീസ് ദീർഘകാലമായി ഒരു നിയന്ത്രണത്തിലല്ലാതെ നിൽക്കുന്ന ഡയബറ്റീസ് നമ്മുടെ അവയവങ്ങളെ തകരാറിലാക്കാം. ഒന്ന്, നമ്മുടെ കണ്ണിനെ തകരാറിലാക്കി കാഴ്ച നഷ്ടപ്പെടാം. രണ്ടാമത്തത്, നമ്മുടെ വൃക്കകൾ, കിഡ്നി ഡാമേജ് ആയി നമ്മൾ ഒരുപക്ഷെ ഡയാലിസിസ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ വന്നേക്കാം ഡയബറ്റീസ് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ കാലിലോട്ടുള്ള ഞരമ്പ് ഡാമേജ് ആവുന്നു, കാലിലോട്ടുള്ള രക്തോട്ടം കുറയുന്നു, അങ്ങനെ കാലുകൾ തന്നെ മുറിച്ച് കളയേണ്ടി വന്നതിന് ആംബ്യൂട്ടേഷൻ്റെ റിസ്ക് ഉണ്ട്. പിന്നെ ഒരു ഹാർട്ടിൽ അറ്റാക്ക് വരാം, ബ്രെയിനിൽ സ്ട്രോക്ക് വരുത്താം. അപ്പോൾ കൺട്രോൾ അല്ലാതെ നിൽക്കുന്ന, നിയന്ത്രണ വിധേയമല്ലാത്ത ഡയബറ്റീസ് ശരീരത്തിലെ ഏത് അവയവത്തെ വേണമെങ്കിലും ബാധിക്കാം. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഇതിൻ്റേതായിട്ടുള്ള ഒരു ലോങ് ടൈം കോംപ്ലിക്കേഷൻസ്, സങ്കീർണതകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡയബറ്റീസ് ചികിത്സിക്കുന്നത്. പലപ്പോഴും ഈ കോംപ്ലിക്കേഷൻസ് വന്നതിന് ശേഷം ചികിത്സിച്ചാൽ നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ള ട്രീറ്റ്മെന്റിന്റെ ചെലവുകളും കൂടുതലാണ്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും വളരെ കൂടുതലാണ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പൊ കണക്ക് വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ ഡയബറ്റീസ് കൊണ്ട് കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യത ഡയബറ്റീസ് ഇല്ലാത്ത ഒരാളേക്കാൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 25 മടങ്ങ് കൂടുതലാണെന്നാണ് പറയുന്നത്. നമ്മൾ ഇത്ര ശതമാനമല്ല പറയുന്നത്, 25 മടങ്ങ് കൂടുന്നതാണെന്ന് പറയുന്നത്. അതേപോലെ കാലിലോട്ട് രക്തോട്ടം കുറഞ്ഞ കാല് മുറിച്ചുള്ള ഒരു ആംബ്യൂട്ടേഷന്റെ റിസ്ക് പോലും ഒരു 10 മുതൽ 30% സാധാരണ ഒരാളേക്കാൾ കൂടുതലാണ് ഡയബറ്റിക് രോഗിക്ക്. 3 ഡയബറ്റിക് രോഗിയിൽ ഒരാളുടെ കിഡ്നി അല്ലെങ്കിൽ വൃക്കയെ ഷുഗർ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വൃക്കയെ ഷുഗർ ബാധിക്കുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് അതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഡയബറ്റീസിന് വേണ്ടി മരുന്ന് കഴിക്കുമ്പോൾ മിക്കവാറും ആളുകൾ പറയുന്ന, ഡോക്ടർ ഇത്രയും വർഷം മരുന്ന് കഴിച്ചെൻ്റെ കിഡ്നി ഡാമേജ് ആയി, മരുന്നെല്ലാം കഴിച്ചിട്ടാണ് എൻ്റെ കിഡ്നി ഡാമേജ് ആയെന്ന് ആളുകൾ പറയും. അപ്പോൾ ഈ ഡയബറ്റീസ് കൊണ്ട് തന്നെ കിഡ്നി ഡാമേജ് ആവാനുള്ള സാധ്യത 3 പേരിൽ ഒരാളുടെ കിഡ്നിയെ ഡയബറ്റീസ് ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കൊണ്ട് തന്നെ ക്രിയാറ്റിൻ കൂടിയും ഡയാലിസിസിലോട്ടൊക്കെ പോവുകയും കിഡ്നി മാറ്റി അങ്ങനത്തെ കോംപ്ലിക്കേഷനിലോട്ട് വന്നേക്കാം. അപ്പം ഈ രോഗികളെല്ലാവരും തന്നെ മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും. നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കുന്നത് കോംപ്ലിക്കേഷൻസ് എത്ര നീട്ടി വെക്കാൻ പറ്റും, പലപ്പോഴും കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ കൺട്രോൾ അല്ലാത്ത അവസ്ഥയിൽ ദീർഘകാലത്തിന് ശേഷം കിഡ്നി ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് പലപ്പോഴും മരുന്നുകൾ കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇന്ന് നമ്മൾ ഡയബറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകളും തന്നെ പ്രോപ്പറായിട്ടുള്ള സ്റ്റഡിയും ട്രയലൊക്കെ കഴിഞ്ഞ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന മരുന്നുകളാണ്. അപ്പോൾ ഡയബറ്റീസിലുള്ള കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യുക എന്നതിനാണ് നമ്മൾ ഇന്നും മരുന്ന് കഴിക്കുന്നത്. 15-20 വർഷം കഴിഞ്ഞായിരിക്കും കോംപ്ലിക്കേഷൻ വരുന്നത്. പക്ഷെ ഇന്ന് മുതൽ നിയന്ത്രണത്തിൽ നിർത്തിയാൽ ആ കോംപ്ലിക്കേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഡോക്ടർ, മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ കിഡ്നിക്ക് ഡാമേജ് സംഭവിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. മെറ്റ്ഫോമിൻ കിഡ്നിയെ ഡാമേജ് ആക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ്?
നമ്മൾ ഇപ്പം പറഞ്ഞത് തന്നെ അതാണ്, മരുന്ന് കൊണ്ടല്ല പലപ്പോഴും ഡാമേജ് ഉണ്ടാകുന്നത്. ദീർഘകാലമായ നിയന്ത്രണത്തിലല്ലാത്ത ഷുഗറാണ് ഡാമേജിന് കാരണമാകുന്നത്. മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന മരുന്ന് നമ്മൾ ഷുഗറിന് വേണ്ടി ഉപയോഗിക്കുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞ റെസിസ്റ്റൻസ്, ഇൻസുലിൻ്റെ ഡിമാൻഡ് കുറയ്ക്കുന്ന ഏറ്റവും നല്ല മരുന്ന്, നമ്മളൊരു 50 വർഷത്തിന് മുകളിലായി ഉപയോഗിക്കുന്ന മരുന്നാണ്. നല്ല നമുക്ക് ഇഷ്ടംപോലെ ഡേറ്റയുള്ള, പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത മരുന്നാണ്. മെറ്റ്ഫോമിൻ കൊണ്ട് കിഡ്നി ഡാമേജ് ആകുന്നു എന്ന് പറയുന്നത് 100% തെറ്റായിട്ടുള്ള കാര്യമാണ്. മറിച്ച് ഒരു കിഡ്നി ഡാമേജ് ഉള്ളയാൾക്ക്, അപ്പം മറ്റ് ഡയബറ്റീസ് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ക്രിയാറ്റിൻ കൂടുതലോ കിഡ്നി പ്രവർത്തനം കുറവോ ഉള്ള ഒരു രോഗിക്ക് നമുക്ക് മെറ്റ്ഫോമിൻ കൊടുക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. മെറ്റ്ഫോമിൻ കൊണ്ട് കിഡ്നി ഡാമേജ് ഉണ്ടാകുന്നു എന്ന് പറയുന്നതും കിഡ്നി ഡാമേജ് ഉള്ളിടത്ത് മെറ്റ്ഫോമിൻ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതും രണ്ട് കാര്യമാണ്. അപ്പോൾ ഒരു ക്രിയാറ്റിൻ കൂടുതലോ കിഡ്നിയുടെ പ്രവർത്തനമോ കുറവുള്ള ആൾക്ക് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും എത്ര പ്രവർത്തന കുറവുണ്ട്. അതിന് നമ്മൾ GFR എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കാൽക്കുലേഷൻ അനുസരിച്ച് ഇത്രയിൽ കുറവുള്ള ആൾക്കാർക്ക് ഇത്ര ഡോസിൽ കൂടുതൽ മെറ്റ്ഫോമിൻ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. അത് നമ്മുടെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് എപ്പോഴും അത് നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഒരിക്കൽ ക്രിയാറ്റിൻ കൂടുതൽ കണ്ടു, അപ്പോൾ ഒരുപക്ഷെ ഡോക്ടർ പറയാം ക്രിയാറ്റിൻ കൂടി, ഇനിയിപ്പം മെറ്റ്ഫോമിൻ ഉപയോഗിക്കേണ്ട, മെറ്റ്ഫോമിൻ നമുക്ക് എടുത്തു മാറ്റണം. പലപ്പോഴും രോഗി അത് മനസ്സിലാക്കുന്നത് ഈ മെറ്റ്ഫോമിൻ കൊണ്ടാണ് എൻ്റെ ക്രിയാറ്റിൻ കൂടിയത്, അതുകൊണ്ട് ഡോക്ടർ അത് എടുത്തു മാറ്റി, അല്ലെങ്കിൽ ആ ഡോക്ടർ മെറ്റ്ഫോമിൻ തന്ന് ഇത്രയും വർഷം ഇപ്പോൾ ക്രിയാറ്റിൻ കൂടി, ഈ ഡോക്ടർ മെറ്റ്ഫോമിൻ എടുത്തു മാറ്റി, അങ്ങനെയല്ല അത്. അപ്പം കിഡ്നി ഡാമേജ് ആയ അവസ്ഥയിൽ മെറ്റ്ഫോമിൻ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര ഇതിൽ കുറവ് പ്രവർത്തനം ഉള്ളപ്പോൾ മെറ്റ്ഫോമിൻ പൂർണ്ണമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സാർ, നമുക്ക് ഇൻസുലിൻ എടുക്കുന്നതാണോ അതോ ഗുളിക കഴിക്കുന്നതാണോ നല്ലത്? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അപ്പോൾ പലപ്പോഴും രോഗികൾക്ക് ഗുളിക കഴിക്കാൻ മടിയാ, അല്ലെങ്കിൽ ഞങ്ങൾ ഇൻസുലിൻ എടുത്തോളാം, ഗുളിക വേണ്ട, ഗുളികയ്ക്ക് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇൻസുലിൻ എന്ത് വന്നാലും സമ്മതിക്കാത്ത രോഗികളുണ്ട്. സ്വയമായിട്ട് ഇഞ്ചക്ഷൻ കുത്തേണ്ടി വരുമല്ലോ, അപ്പം ടാബ്ലറ്റ് എടുത്താൽ മതിയോ, ഞാൻ ടാബ്ലറ്റ് എടുക്കുകയുള്ളൂ, ഡോസ് വേണമെങ്കിൽ കൂട്ടിക്കോ, അങ്ങനെ പറയുന്ന രോഗികളുണ്ട്. ഇൻസുലിൻ ആണോ ടാബ്ലറ്റ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് രോഗിയുടെ ഏത് സ്റ്റേജിലാണ് നമ്മളെ കാണുന്നതെന്നനുസരിച്ചിരിക്കും. അപ്പം ഒരു സ്റ്റേജിലും ഇൻസുലിനേക്കാൾ നല്ലത് ഗുളികയാണെന്നോ ഗുളികയേക്കാൾ നല്ലത് ഇൻസുലിനാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്തൊരു സപ്ലൈ ഡിമാൻഡ് മിസ്മാച്ചാണ്. ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ കുറവോ ഇൻസുലിൻ വർക്ക് ചെയ്യാത്തതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇൻസുലിൻ വർക്ക് ചെയ്യാത്തടത്ത് നമ്മൾ കൂടുതൽ ഇൻസുലിൻ കൊടുക്കുന്നത് പലപ്പോഴും നന്നായി ഇരിക്കത്തില്ല. പകരം ഇൻസുലിൻ ഉൽപ്പാദനം ഇല്ലാത്തടത്ത് ഗുളികകൾ കൊടുത്ത് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് കൊടുത്ത് ഇൻസുലിൻ കൂട്ടാൻ ശ്രമിക്കുന്നതും വർക്കാവണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരാളുടെ ഡയബറ്റീസ് കണ്ടുപിടിച്ചു, ഈ സമയത്ത് തുടക്കത്തിൽ ഡയബറ്റീസ് കണ്ടുപിടിച്ച ഉടനെ അവർക്ക് ചിലപ്പോൾ ഇൻസുലിൻ വേണ്ടി വന്നൊന്നും വരത്തില്ല. അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പ്രശ്നം. ഇൻസുലിൻ ഉണ്ട്, അത് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇൻസുലിൻ്റെ പ്രവർത്തനം കുറയ്ക്കാനുള്ള മരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെത്തേഡാണ് നമ്മൾ നോക്കേണ്ടത്. മറിച്ച് ഒരു 10, 20, 25, 30 വർഷം ഡയബറ്റീസ് ആയ ഒരാളുടെ പാൻക്രിയാസിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന സെല്ലുകൾ അല്ലെങ്കിൽ ആ മെക്കാനിസം പൂർണ്ണമായും തകരാറിലെത്തിക്കാണും. അവിടെ നമ്മൾ കൂടുതൽ മരുന്ന് കൊടുത്ത് അവിടെ ഇൻസുലിൻ ഇനിയും ഉൽപ്പാദിപ്പിക്കാൻ നോക്കിയാൽ അത്ര നമുക്ക് റെസ്പോൺസ് കിട്ടത്തില്ല. അപ്പോൾ ഇൻസുലിൻ ഇല്ലാത്ത അവസ്ഥ നമുക്ക് ഇൻസുലിനോപീനിയ എന്ന് പറയുന്നത്, വർഷങ്ങൾ കൊണ്ട് നിന്ന് ഇൻസുലിൻ ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള, ഇൻസുലിൻ ഇല്ലാത്ത ആൾ, ഉൽപ്പാദിപ്പിക്കാൻ കഴിവില്ലാത്ത ആൾ, അവിടെ നമ്മൾ ടാബ്ലറ്റിനേക്കാൾ നല്ലത് ആ രോഗിക്ക് ഇൻസുലിനാണ്. മറിച്ച് തുടക്കത്തിൽ ഇൻസുലിൻ ഉൽപ്പാദനത്തിന് വലിയ പ്രശ്നമില്ല, ഇൻസുലിൻ പ്രവർത്തിക്കാതിരിക്കുക, അവിടെ നമ്മൾ പ്രവർത്തനം കൂട്ടാനുള്ള മരുന്നാണ് കഴിക്കേണ്ടത്. ഇത് ഒരേ രോഗിക്ക് തന്നെ പല സമയത്തും പല മരുന്നായിരിക്കും നല്ലത്. പിന്നെ പല രോഗിക്കും പലതുമായിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് എടുത്തു, അവിടെ അവിടെ ഉൽപ്പാദനം ഇല്ല, പാൻക്രിയാസ് മൊത്തമായിട്ടും ഉൽപ്പാദനം നിർത്തി, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല ഇൻസുലിൻ, അവിടെ നമുക്ക് മരുന്നില്ല, അവിടെ നമുക്ക് ഇൻസുലിൻ പുറത്തുനിന്ന് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം നമ്മളെന്ത് പറഞ്ഞു, ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണ്, സപ്ലൈ കൂട്ടി അല്ലെങ്കിൽ ഡിമാൻഡ് കുറയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത്. ചില സിറ്റുവേഷനിൽ നമ്മൾ ഡിമാൻഡ് എത്ര കുറച്ചാലും സപ്ലൈ ഒട്ടുമില്ല, അവിടെ നമ്മൾ ഡിമാൻഡ് കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അവിടെ നമ്മൾ ഇൻസുലിൻ സപ്ലൈ ചെയ്യുക ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരാൾക്ക് പ്രമേഹം കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അവരോട് പറയുന്നത്, നിങ്ങൾ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, വെയിറ്റ് കുറയ്ക്കും. അപ്പോൾ ഈ വെയിറ്റ് കുറയ്ക്കുന്നതും എക്സസൈസ് ചെയ്യുന്നതും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂടും, അതായത് ഇൻസുലിൻ ഉള്ള ഇൻസുലിൻ കുറച്ചുകൂടെ നന്നായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രോഗിയോട് വെയിറ്റ് കുറയ്ക്കാൻ പറയും. വെയിറ്റ് കുറയുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പറയും. എക്സസൈസ് ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഡയറ്റ് കൺട്രോൾ എക്സസൈസ് കൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഡയബറ്റീസ് റെമിഷനെ കുറിച്ച് പറയുന്നത്. ഡയബറ്റീസ് കുറേ നാളത്തേക്ക് മാറ്റി നിർത്തുന്നു, നമ്മൾ ഡയബറ്റീസ് ഉള്ളത് നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അവിടെ നമ്മൾ ആ ഡിമാൻഡ് കുറയ്ക്കുക ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്, സപ്ലൈ കൂട്ടുകയല്ല ചെയ്യുന്നത്. നമ്മൾ ആ ഡിമാൻഡ് കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻസുലിൻ തന്നെ വളരെ കൃത്യമായി പ്രവർത്തിക്കുകയും ഷുഗർ കൺട്രോൾ ആക്കുകയും ചെയ്യും. കുറേ വർഷങ്ങൾക്ക് ശേഷം സപ്ലൈ, അതായത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം ഇനിയും കുറയുന്നൊരവസ്ഥയിൽ, ഡിമാൻഡ് നമ്മൾ എത്ര കുറച്ചാലും വർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ ഒരു പക്ഷേ നമുക്ക് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരാം. അപ്പം ഏതാ നല്ലതെന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരവില്ല. ഓരോ രോഗിക്കും ഓരോ സമയത്തും നല്ല ചോയ്സ് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുക ചെയ്യുന്നു.
ഡോക്ടർ, ഒരിക്കൽ ഇൻസുലിൻ എടുത്തു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ അത് ഇൻസുലിൻ തന്നെ എടുക്കണമെന്ന് പറയുന്നത് ശരിയാണോ? അത് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് ഇൻസുലിൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പം ഇൻസുലിൻ്റെ ഉൽപ്പാദനം തീരെ ഇല്ലാത്തിടത്ത് നമ്മൾ ഇൻസുലിൻ തുടങ്ങി, അപ്പം നാളെ ഉൽപ്പാദനം ഉണ്ടാവണമെന്നില്ല. കാരണം അവിടെ നമുക്ക് തുടങ്ങിയാൽ ചിലപ്പോൾ നിർത്താൻ പറ്റത്തില്ല. അപ്പം ഒരു ഷുഗർ തുടങ്ങി ഒരു 10-25 വർഷമായി നമ്മൾ മരുന്നുകൾ മാക്സിമം മാറി മാറി ഉപയോഗിച്ചു. ഇൻസുലിൻ ഉൽപ്പാദനം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. ഇനി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അവിടെ നമ്മൾ ഇൻസുലിൻ പുറത്തുനിന്ന് കൊടുത്തു തുടങ്ങിയാൽ നമുക്ക് നിർത്താൻ പറ്റത്തില്ല. കാരണം പാൻക്രിയാസ് ഇനി നാളെ കൂടുതൽ വർക്ക് ചെയ്ത് വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ വേറെ ചില സ്ഥലത്ത് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസിൽ നമുക്ക് നിർത്താൻ പറ്റില്ല. ഒരിക്കൽ തുടങ്ങിയാൽ ലൈഫ് ലോങ് ഇൻസുലിൻ എടുക്കണം. പക്ഷേ മറ്റു ചിലയിടത്ത് നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡയബറ്റീസ് കണ്ടെത്തുന്ന സമയത്ത് ഷുഗർ ഗ്ലൂക്കോസ് ഭയങ്കര കൂടുതലായിരിക്കും. 400-500 ഷുഗർ നിൽക്കുന്നു. അദ്ദേഹം പേഷ്യൻ്റെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മസിലും ഫാറ്റും പ്രോട്ടീനൊക്കെ ഡീഗ്രേഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള സമയത്ത് ഇനീഷ്യലി ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇൻസുലിൻ ഉപയോഗിക്കാറുണ്ട്. പേഷ്യൻറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സ്ഥിതിയിൽ നിന്ന് ബോഡി ബിൽഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് മാറ്റാനും, ഇൻസുലിൻ്റെ ഗ്ലൂക്കോടോക്സിറ്റി എന്ന് പറയും, പാൻക്രിയാസിൻ്റെ ഒരു സ്ട്രെസ് കുറയ്ക്കാനൊക്കെ നമ്മൾ ഇൻസുലിൻ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഇൻസുലിൻ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഇൻസുലിൻ സ്ഥിരമായിട്ട് എടുക്കണമെന്നില്ല. കാരണം ഉൽപ്പാദനം അപ്പോഴും നടക്കുന്നുണ്ട്. ഇത് ഇപ്പോഴത്തെ ഒരു സ്ട്രെസ്ഫുൾ പീരീഡ് നമ്മൾ കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇൻസുലിൻ മാറ്റിയാലും ഉള്ളിൽ നിന്നുള്ള ഉൽപ്പാദനം വന്നോളും. അല്ലെങ്കിൽ ഒരു രോഗി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ സർജറി കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ നമ്മൾ മരുന്ന് കൊടുക്കണമെന്നില്ല, നമ്മൾ ഇൻസുലിൻ കൊടുക്കുന്നു. ഇൻസുലിൻ കൊടുത്തിട്ട് എടുത്തു മാറ്റിയാൽ നാളെ പാൻക്രിയാസിന് പ്രത്യേകിച്ച് പ്രശ്നമില്ല, ഉള്ളിൽ നിന്നുള്ള ഇൻസുലിൻ ഉൽപ്പാദനം അതേപോലെ തന്നെ നടക്കും. അപ്പം ഒരു വ്യക്തിയുടെ പാൻക്രിയാസിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് എത്ര ബാക്കിയുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് ഇൻസുലിൻ ഭാവിയിൽ വേണ്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത്. അപ്പം നമുക്കിപ്പം ഡയബറ്റീസിൽ ഇപ്പോൾ പാൻക്രിയാസ് വർക്ക് ചെയ്യുന്ന ഒരാൾ നമ്മൾ ഇന്ന് ഇൻസുലിൻ കൊടുത്താലും നാളെ നമ്മൾ ഇൻസുലിൻ എടുത്ത് മാറ്റിയാൽ പാൻക്രിയാസ് സ്വന്തമായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കണം എന്നില്ല. സർ, ഡയബറ്റീസ് ഉള്ള രോഗികളിൽ പാദങ്ങളിൽ മുറിവുകൾ ഉണ്ടാവുന്നതൊക്കെ പതിവാണല്ലോ. അപ്പം അവരുടെ പാദ സംരക്ഷണത്തെ പറ്റി ഒന്ന് പറയാമോ ഡോക്ടർ? അപ്പോൾ നമ്മൾ ഡയബറ്റീസ് രോഗികളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോപ്പതിയുടെ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഞരമ്പുകൾ ഡാമേജ് ആവാം, രക്തോട്ടം കുറവ് വരാം. ഇത് രണ്ടും കൊണ്ട് തന്നെ കാലിൽ ഡിഫോമിറ്റി, ഷേപ്പിലുള്ള വ്യത്യാസം, പ്രഷർ ഡിസ്ട്രിബ്യൂഷനിലുള്ള പ്രശ്നം, അതുകൊണ്ട് തന്നെ അവർക്ക് മുറിവുകളുടെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ഡയബറ്റിക് രോഗി അയാളുടെ പാദങ്ങൾ സ്വയം എന്ന് നിരീക്ഷിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും അവരവരുടെ കാല് ശുചിയായിട്ടുള്ള വെള്ളത്തിൽ കഴുകി വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കണം. പ്രത്യേകിച്ച് വിരലിനിടയ്ക്കുള്ള ഭാഗങ്ങൾ നല്ലതായിട്ട് ശുചിയായിട്ട് സൂക്ഷിക്കണം. അതുകൂടാതെ തന്നെ എല്ലാ ദിവസവും കാലിൽ പുതിയ മുറിവുകൾ എന്തെങ്കിലും, കാരണം ഇവർക്ക് വേദന പലപ്പോഴും അറിയണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ രോഗികൾ വന്നിട്ട് പറയും കാലിൽ ഉറുമ്പരിക്കുന്ന കണ്ടു, അപ്പോഴാണ് കാലിന് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി, അച്ഛൻ്റെ കാലിൽ ഉറുമ്പിരിക്കുന്ന കണ്ടു, അച്ഛൻ അറിഞ്ഞില്ല, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് എപ്പോഴും പെയിൻ നമ്മൾ അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ഓരോ ദിവസവും കാലിൽ എക്സാമിൻ ചെയ്യണം. നമ്മൾ ഇപ്പോൾ ഫീമെയിൽസിന് നമ്മൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ഒരു ഏജ് കഴിഞ്ഞ് പറയുന്നെങ്കിൽ, നമുക്ക് ഡയബറ്റീസ് ഉള്ള എല്ലാവർക്കും ഒരു സെൽഫ് ഫുട്ട് എക്സാമിനേഷൻ, കാലിൻ്റെ പരിശോധന ആവശ്യമാണ്. അപ്പം നമ്മൾ കാലിൽ എന്താ പറയുന്നത്, പുതിയ മുറിവുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കാലിൽ നിറ വ്യത്യാസമുണ്ടോ, രണ്ട് കാലും തമ്മിൽ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ, ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ, നമ്മൾ കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ കോൺ കാലസ് സ്കിന്നൊക്കെ കട്ടിയാകുന്ന കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ മുറിവുകൾക്ക് കാരണമാകും, വ്രണങ്ങൾക്ക് കാരണമാകും. അങ്ങനെ എന്തെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അപ്പം തന്നെ അത് ഡോക്ടറിനെ പോയി കാണിച്ച് അതെന്തെങ്കിലും കുഴപ്പമുള്ളതാണോ, കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കണം. പിന്നെ ചെരുപ്പില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാ ഡയബറ്റിക് രോഗികൾക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ ആ ഡയബറ്റിക് കാലിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ചെരുപ്പുകൾ വേണം ഉപയോഗിക്കാനായിട്ട്. എപ്പോഴും കാല് സ്കിൻ ഡ്രൈ ആവുന്നത് ഇൻഫെക്ഷന് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മോയ്സ്ചറൈസർ കാലിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. വാസ്ലൈൻ അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് സ്കിൻ ഡ്രൈ ആവാതെ നോക്കണം. ഇങ്ങനെ ഓയിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ വിരലുകൾക്ക് ഇടയ്ക്കുള്ള ഭാഗത്തോട്ട് നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കണം. അവിടെ അല്ലെങ്കിൽ പിന്നെ ഫംഗൽ ഇൻഫെക്ഷന് ചാൻസ് കൂടും. അപ്പോൾ ഇത്രയും. പിന്നെ കാലിൻ്റെ അടിഭാഗം നിരീക്ഷിക്കാനായിട്ട് നമുക്കൊരു കണ്ണാടി ഉപയോഗിക്കാൻ പറ്റും. കണ്ണാടി വെച്ചിട്ട് നമ്മൾ കാല് മേളിൽ വെച്ചിട്ട് കാലിൻ്റെ അടിഭാഗത്ത് എന്തെങ്കിലും മുറിവുകളുണ്ടോയെന്നും നമുക്ക് വേണമെങ്കിൽ നോക്കാൻ സാധിക്കും. അത് എല്ലാ രോഗിയും എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമായിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ നമ്മുടെ കൈയൊക്കെ സംരക്ഷിക്കുന്ന അതേ കെയർ ഒരു ഡയബറ്റിക് രോഗി കാലിൻ്റെ കാര്യത്തിൽ എടുക്കണം. അല്ലെങ്കിൽ മുറിവുകൾ വന്നാൽ പലപ്പോഴും കാലുകൾ തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഡോക്ടർ, ഇതിനോട് കൂട്ടിച്ചേർത്ത് നമുക്ക് ഈ രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ചെരുപ്പുകളോ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശിക്കാൻ ഉണ്ടോ? ഡയബറ്റിക് രോഗികളുടെ ചെരുപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു വ്രണമുള്ള കാലുകൾക്ക് വേണ്ടി നമ്മൾ ഡയബറ്റിക് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഫുട്ട് വെയർസ് ഉണ്ട്. അപ്പോൾ അതിൽ ആ മുറിവുള്ള ഭാഗത്തോട്ട് പ്രഷർ വരാതിരിക്കാൻ, ഓഫ് ലോഡിംഗ് എന്ന് പറയും, അവിടെ പ്രഷർ വരാതിരിക്കാൻ വേണ്ടി നോക്കുന്നത് അങ്ങനെയുള്ള ചെരുപ്പുകളുണ്ട്. പക്ഷേ അത് ആ മുറിവുള്ളവർക്ക് വേണ്ടിയുള്ളത്. നമ്മളിപ്പോൾ സാധാരണ ഒരു ഡയബറ്റിക് രോഗി ചെരുപ്പുകളെ കുറിച്ച് പറയുവാണെങ്കിൽ, നമ്മൾ ചെരുപ്പുകൾ സെലക്ട് ചെയ്യുന്നത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചെരുപ്പ് സെലക്ട് ചെയ്യുമ്പോൾ വൈകുന്നേരങ്ങളിൽ വേണം പോയി ഇവർ ചെരുപ്പ് വാങ്ങിക്കാൻ. കാരണം ഇവർക്ക് പലപ്പോഴും കാലിൽ നീരുണ്ടാവുന്ന പ്രശ്നം കാണും. അപ്പോൾ നമ്മളൊരു ചെരുപ്പ് വാങ്ങിച്ചു, അത് വൈകിട്ടാകുമ്പോൾ നീര് വെക്കുമ്പോൾ അതേ ചെരുപ്പിൽ നമ്മുടെ കാല് ഫിറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഫിറ്റ് ആവാത്ത ചെരുപ്പിൻ്റെ അകത്ത് നമ്മൾ കാല് കയറ്റുമ്പോഴത്തേക്കും സൈഡിലൊക്കെ പുറലും അതിൻ്റെ അകത്ത് ഇൻഫെക്ഷൻ്റെ സാധ്യതകൾ കൂടും. ഇപ്പോൾ കാലിൽ നീര് കൂടുതൽ വൈകുന്നേരങ്ങളിലായതുകൊണ്ട് വൈകുന്നേരങ്ങളിലുള്ള കാലിൻ്റെ സൈസിന് പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ചെരുപ്പ് സൈസ് സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ചെരുപ്പുകൾക്ക് എപ്പോഴും ബാക്കിൽ ഒരു സ്ട്രാപ്പ് ഉള്ള ചെരുപ്പുകളാണ് നല്ലത്. കാരണം ഇവർക്ക് സെൻസേഷൻ കുറവായതുകൊണ്ട് തന്നെ ഇവരൊരു കാല് എവിടെയാണ് ഇരിക്കുന്നത്, ചെരുപ്പിൻ്റെ അകത്താണ്. ഇവൻ ചെരുപ്പ് ഊരിപ്പോയാൽ ഡയബറ്റിക് പേഷ്യൻസ് അറിയണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ബാക്കിൽ സ്ട്രാപ്പുള്ള ചെരുപ്പുകൾ വേണം സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഈ ഷൂസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പോയിൻറ്റഡ് ആയിട്ടുള്ള ഷൂസ് ഉണ്ട്, അല്ലെങ്കിൽ ബോക്സ് ടൈപ്പ്, റൗണ്ട് ടൈപ്പ് ഒക്കെ ഉണ്ട്. ഒരിക്കലും പോയിൻറ്റഡ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഇവർക്ക് അനുയോജ്യമല്ല. കാരണം വിരലുകൾ കൂടി ചേർന്നിരിക്കാനും അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇൻഫെക്ഷൻ വരാനുമുള്ള സാധ്യതകളുണ്ട്. ഇച്ചിരി ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള ചെരുപ്പുകൾ വേണം, ഫ്രണ്ട് വരുന്നത് വേണം സെലക്ട് ചെയ്യാൻ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഡയബറ്റിക് ഫുഡ് കെയർ, ഇപ്പോൾ ചെരുപ്പ് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത്, നമ്മൾ നഖം വെട്ടുന്ന കാര്യവും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എപ്പോഴും ചെരുപ്പ് കാലിലെ വിരലിൻ്റെ നഖങ്ങൾ വെട്ടുമ്പം അത് സ്ട്രെയിറ്റ് ആയിട്ട് വേണം വെട്ടാൻ. നമ്മളിങ്ങനെ റൗണ്ട് ആയിട്ട് വെട്ടാതെ അതിൻ്റെ അറ്റം സ്ട്രെയിറ്റ് ആയിട്ട് വേണം നഖം വെട്ടി സൂക്ഷിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ കാലിൻ്റെ പാദരക്ഷ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിരലിനേക്കാൾ ഒരു 2 സെൻറ്റിമീറ്ററെങ്കിലും ഈ ചെരുപ്പ് മുന്നോട്ട് നീണ്ടു നിൽക്കണം എന്നുള്ളതാണ്, കവർ ചെയ്ത് നിൽക്കണം. 2, അതിൻ്റെ വിഡ്ത്തിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ കാലിൻ്റെ ഏറ്റവും വീതിയുള്ള ഭാഗത്തിന് ഈക്വലൻ്റ് ആയിരിക്കണം ചെരുപ്പിൻ്റെ വിഡ്ത്തും. പിന്നെ ചെരുപ്പിൻ്റെ നമ്മൾ സോള്, അതിൻ്റെ അടിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ചെരുപ്പ് ഡയബറ്റിക് പേഷ്യൻസിനുള്ള ചെരുപ്പിന് ഒരു കട്ടിയുള്ള ഔട്ട് സോളും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇൻസോളും വേണം എന്നുള്ളതാണ്. ഇപ്പോൾ കട്ടിയുള്ള ഔട്ട് സോൾ ഉണ്ടെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ കുപ്പിച്ചില്ലോ ആണി അങ്ങനത്തെ സാധനങ്ങൾ തറച്ച് കയറാതിരിക്കാൻ നല്ലതാണ്. ആ ഒരു സോഫ്റ്റ് ഇൻസോളുള്ളപ്പോൾ നമുക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രഷർ ഡിസ്ട്രിബ്യൂഷനൊക്കെ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ചെരുപ്പുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിലും മുറിവുള്ള ആളുകൾക്ക് നമ്മൾ MCR മെറ്റീരിയൽ കൊണ്ടുള്ള ചെരുപ്പോ അതിൻ്റെ അകത്ത് നമ്മൾ പ്രത്യേകം ആർക്കിടെക്ചറിൽ ഡിഫറൻസ് വരുത്തിയിട്ടാണ് അവരുടെ കാലിന് വേണ്ടി ഡിസൈൻ ചെയ്ത് സെലക്ട് ചെയ്യാറുണ്ട്. ഒരു പോഡിയാട്രിസ്റ്റിൻ്റെ സഹായത്തോടെ ചെയ്യാൻ സാധിക്കും. പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന ചില സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഡോക്ടർ നമ്മോട് പങ്കുവച്ചത്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.